കോട്ടയത്ത് ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റിയ കാർ തോട്ടിൽ വീണു. കടുത്തുരുത്തി കുറുപ്പന്തറയിലാണ് സംഭവം. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, നേരത്തെയും ഇതേ സ്ഥലത്ത് അപകടം ഉണ്ടായതാണ്, ഇതേ രീതിയിൽ തന്നെ. എന്താണ് ശരിക്കുള്ള പ്രശ്നം? ഇവിടെ ഒരു വളവാണ് ആരോ ഉള്ളത്. അതായത് ഈ വളവിൽ ഫലത്തിൽ ആളുകൾക്ക് വഴിതെറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വളവുള്ളത്. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ അപകടം ഉണ്ടായതാണ്. ഈ വളവ് നോക്കാതെ ആളുകൾ നേരെ തൊട്ടടുത്ത് തോടാണുള്ളത്, അവിടേക്കും വളരെ വീതിയുള്ള റോഡാണ്, നേരെ അതിലേക്ക് പോയി ചാടുന്ന നിലയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അന്ന് ഈ അധികൃതർ വലിയ രീതിയിൽ ഇടപെടുകയും ഞങ്ങൾ അവിടെ പലതരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കുമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇന്നലെയും സമാനമായ രീതിയിൽ അപകടമുണ്ടായി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചങ്ങനാശ്ശേരി സ്വദേശികളാണ് ഈ അപകടത്തിൽ പെട്ടത്. ഇവിടെ ഫലത്തിൽ വെള്ളം അല്പം കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ റോഡാണോ തോടാണോ എന്ന് അറിയാതെ ആളുകൾ നേരിട്ട് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. ഇത് താഴേക്ക് പതിക്കുന്നത് കണ്ടാണ് നാട്ടുകാർ ഇടപെട്ടാണ് ഇവരെ തടഞ്ഞത്. എന്തായാലും ആളുകൾക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസം. അധികൃതർ ഇങ്ങനെ വാക്ക് പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഇത്തരം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കടവിൽ ഫലത്തിൽ വീണ്ടും വീണ്ടും തുടർച്ചയായി. ഇതിനു മുൻപും അപകടം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആരുടെയും കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അപകടം ഉണ്ടായപ്പോൾ തോട്ടിലൂടെ കാറ് ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വടം കെട്ടിയൊക്കെയാണ് ഈ കാറ് വലിച്ചെടുത്തത്. അന്ന് പുറത്ത് ആന്ധ്രയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണ് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ് അന്ന് ഈ അപകടം ഉണ്ടായത്. അന്നും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു, നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നത് മാത്രമാണ് ബാക്കി. ശ്രീജിത്ത്, ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ പേടിയാകുന്നതാണ്. അതായത് ഒരു മഴ ആയതിനാൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളക്കെട്ടിനുള്ളിലേക്ക് തന്നെയാണ് ഈ കാറ് വന്ന് വീണിട്ടുള്ളത്. തലനാരിഴയ്ക്കാണ്. ഭാഗ്യം കൊണ്ടാണ് ആ ദമ്പതികൾ രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൂചനാ മുന്നറിയിപ്പോ ഒരു വേലിയോ കെട്ടിയാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം. അതിങ്ങനെ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അധികൃതർ കൊണ്ടെത്തിക്കുന്നത് അല്ലേ? ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബോർഡുകൾ പലപ്പോഴും വളരെ വേഗതയിൽ വരുന്നവർ കാണുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കടവിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് വേലികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ അപകടങ്ങൾ ബോർഡുകൾ കണ്ട് എപ്പോഴും ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കണം എന്നില്ല തുടർച്ചയായി യാത്ര ചെയ്യുന്നതിനിടയ്ക്ക്. അപ്പോൾ ഈ ഒരു വേലി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഫലത്തിൽ ഈ കടവിൽ ചെയ്യേണ്ട ഒരു കാര്യം. അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ വീണ്ടും അപകടം ഉണ്ടാകുന്നു. അതായത് ഈ ബോർഡ് സ്ഥാപിക്കണം, വേലി കെട്ടണം എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ തവണ അപകടം ഉണ്ടായപ്പോൾ ഒരു ആവശ്യം ഉയർന്നത്. ബോർഡ് സ്ഥാപിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് അപകട വളവായി തന്നെ, അപകടം നിറയുന്ന ഒരു റോഡായി തന്നെ ഫലത്തിൽ ഇത് വീണ്ടും വീണ്ടും മാറുന്നു എന്നുള്ളതാണ് ഇത്തവണയും വീണ്ടും അത് ഫലത്തിൽ തെളിയിക്കപ്പെടുന്നത്. എന്തായാലും അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ആര്യ, തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഒരു നടപടി എടുക്കേണ്ട വിഷയമാണ്. ഒരു വേലി കെട്ടിയാൽ തീരുന്ന പ്രശ്നമാണ്. അത് വീണ്ടും വീണ്ടും അത് ചെയ്യാത്തത് മൂലം വലിയ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കോട്ടയം കടുത്തുരുത്തി കുറുപ്പന്തറയിലാണ് വീണ്ടും ഗൂഗിൾ മാപ്പ് നോക്കി എത്തിയ കുടുംബത്തിന് വഴിതെറ്റി അവർ തോട്ടിലേക്ക് വീണത്. സമാനമായ രീതിയിൽ നേരത്തെയും ഒരു അപകടം അവിടെ സംഭവിച്ചിരുന്നു. ആ കാറ് ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നാട്ടുകാരുടെയൊക്കെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഇല്ലാതെ ഈ രണ്ട് സമയത്തും ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ചങ്ങനാശ്ശേരി സ്വദേശി ജോസഫും ഭാര്യ ഷീബയുമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാർ ഇത്തരത്തിൽ വഴിതെറ്റി വന്ന് ഒരു വളവാണെന്ന് കരുതി വളയുന്നതാണ്. പക്ഷെ അത് തോട്ടിലേക്കാണ് ചെന്നെത്തുന്നത്. ഇപ്പോൾ മഴ മൂലം വലിയ രീതിയിൽ വെള്ളമുണ്ടായിരുന്നു തോട്ടിൽ. ഇപ്പോൾ റോഡ് ഏതാണ് തോട് ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വന്ന അപകടത്തിലേക്ക് പെടുകയായിരുന്നു. എന്തായാലും എത്രയും വേഗം ഒരു വേലി കെട്ടി ഈ ഒരു അപകട സാധ്യത ഇല്ലാതാക്കണം എന്നുള്ളതാണ് നാട്ടുകാർക്ക് അധികൃതരോട് പറയാനുള്ളത്. നേരത്തെയും പറഞ്ഞതാണ്, പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് സാഹചര്യം.